അപ്പൊ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാ ഞങ്ങളിത് എവിടെയാണ് നിൽക്കുന്നത്? ഞങ്ങളെ ഈ വഴി ഇങ്ങനെ സൈക്കിളുമായിട്ട് വന്നപ്പം ഇവിടെ ഒരു പെട്ടി ഓട്ടോ കിടക്കുന്നു, അതിന് നിറച്ച് സാധനങ്ങൾ, കുറച്ച് പയ്യന്മാർ നിൽക്കുന്നു. ഇവരെന്തോ ഭയങ്കര കാര്യമായ ചർച്ചയിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞങ്ങളും ആ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നതാണ്. ആദ്യം ഇവരോട് ചോദിക്കാം അല്ലേ, നിങ്ങൾ എങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്? ഇവന്റിന്റെ വർക്കായിട്ട് വന്നത്. ഇവന്റ് മാനേജ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ രാത്രി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ഒരു ഓളത്തിൽ തന്നെയാണ് ചെയ്യുക, പാട്ടൊക്കെ പാടി കൊണ്ടാണ് നമ്മളെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ശരിക്കും. അപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് ആണ് ഈ പരിപാടിയായിട്ട് പോകണു അല്ലേ? അടിപൊളി. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണോ? എന്താ പേര്? ഇവര് വന്ന വണ്ടിയാണ്, നമ്മളകത്തും ഇവര് പുറത്തു. ഇലക്ഷന്റെ അവസ്ഥ ഇങ്ങനെ തന്നെ. നമ്മൾ വോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് പുറത്തും അവർ അകത്താണല്ലോ. ആര് കേട്ടാലും ഒരു കുഴപ്പമില്ല. ഞങ്ങള് കൊല്ലത്ത് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? രാജാവ് വരുന്ന കണക്ക് വല്ലപ്പോഴും വരും, നമ്മളെ കാണും, പിന്നെ അവരെ പാടുമൊക്കെ അങ്ങ് പോകും. എല്ലാരും വോട്ട് ചെയ്യില്ലേ? പിന്നെ തീർച്ചയായും ചെയ്യും. ഇവര് പഠിക്കുന്നുണ്ട്, ഇവര് മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ അവര് ഇതുപോലെ ഓളത്തിൽ പോയിട്ട് ജോലി ചെയ്യുന്നു. അടിപൊളിയായിട്ട് അവര് പോകും. നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ ശരി ചേട്ടാ, ഓക്കെ. അവർ പറയായിരുന്നു വോട്ട് ചെയ്താൽ ഇതാണ്, അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തായിന്ന്. അങ്ങനെ ഒരു അഭിപ്രായം ഒരുപാട് പേർക്ക് ഉണ്ടാവില്ലേ? അങ്ങനെ ആവാതിരിക്കട്ടെ. ഇത്തവണ നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്നവർ നമുക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ.